السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ അധ്യക്ഷനവർകളെ, ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ അബൂബക്കർ ഹാജി സാഹിബ്, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, ഷുക്കൂർ മദനി, MT അബൂബക്കർ ദാരിമി, OMS തങ്ങൾ, ഷമീർ ഫൈസി ഒടമല, ഷറഫുദ്ദീൻ മൗലവി, ആദരണീയരായ സ്റ്റേജിലും ഈ സദസ്സിലും ഒത്തുകൂടിയ പ്രസ്ഥാന ബന്ധുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയും SKSSവും സഹകരിച്ചുകൊണ്ട് IS സലഫിസം ഫാഷിസം എന്ന പേരിൽ ഒരു ത്രൈമാസ ക്യാമ്പയിൻ നടത്തി വരികയാണ്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ 2 വിഷയാവതരണങ്ങൾ നടന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇന്ന് രണ്ട് നിലയിൽ മുസ്ലിം ഭീകരത ഇന്ത്യയിൽ, കേരളത്തിൽ, വേൾഡ് തലത്തിൽ വിശദമായ ചർച്ചകൾക്ക് മാധ്യമങ്ങൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, വേൾഡ് തലത്തിൽ ഈ വളർന്നു വന്ന പ്രാകൃതവും ഭീകരവും കിരാതവുമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന IS ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന അറുകൊലകൾ മാത്രമല്ല, 6 കൊലകൾ മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാകൃതമായ നിലയിലുള്ള കൊല നടത്തിയിട്ട് ഈ പത്രങ്ങൾ വരുന്ന വാർത്തകൾ മനസ്സിലാക്കിയാൽ പിഞ്ചു കുഞ്ഞുങ്ങളെ മൂർച്ചയുള്ള കമ്പി കൊണ്ട് തുളച്ചിട്ടിട്ട് പെട്ടെന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു മൂലയിലിട്ടിട്ട് അവരിഞ്ചിഞ്ചായി പടഞ്ഞ് മരിക്കാൻ നോക്കിക്കണ്ട് ആസ്വദിക്കുക. എന്നിട്ട് ഈ ഭീകര ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി യൂട്യൂബിലിട്ട് ആളുകളെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കിരാതമായ പ്രാകൃതമായ ഏർപ്പാട്. ഇത് നടത്തുന്ന ആളുകൾ മുസ്ലിം നാമധാരികളാണ്. IS എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ് അതിൻ്റെ പ്രവർത്തകന്മാർ. ആ കാരണത്താൽ മുസ്ലിം ഭീകരത എന്ന പേരിൽ ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുകയും ഇസ്ലാം ഭീകരതയുടെ പര്യായമായി പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു വിഷയം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു 21 യുവതികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അപ്രത്യക്ഷരായി. ആദ്യമൊന്നും ആരും അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അവരൊക്കെ ഇന്ത്യ വിട്ട് ബോധപൂർവം പോയവരാണെന്നും ഇന്ത്യയിലുള്ള ഈ സംവിധാനങ്ങളുമായി രാജിയായിക്കൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ലെന്നും
സ്വർഗം കിട്ടണമെങ്കിൽ അമുസ്ലിങ്ങളില്ലാത്തൊരു രാജ്യത്തേക്ക് പലായനം നടത്തേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവർ പുറം ലോകത്ത് പോയതെന്നും അവർ IS ചേർന്നെന്നും ഇല്ലെന്ന് പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതിനനുബന്ധമായി ചില അറസ്റ്റുകൾ ഈയിടെ നടന്നു. അതുമായി ബന്ധപ്പെട്ട് പല സ്ഥാപനങ്ങളും പല വ്യക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം. ഇത്തരുണത്തിൽ തീർച്ചയായും ഈ ക്യാമ്പയിന് പ്രസക്തിയുണ്ട്. യഥാർത്ഥത്തിൽ IS ആരാണ്? IS എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സ്റ്റേറ്റ് എന്നാണ്. ഇസ്ലാമിക സ്റ്റേറ്റ് നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ചരിത്രം സുന്ദരമായി രേഖപ്പെടുത്തി ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ഐതിഹ്യമല്ല, കെട്ടുകഥയല്ല, സങ്കല്പമല്ല. അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖിലാഫത്തു മിൻ ബഅദി 30 സന, എൻ്റെ വേർപാടിന് ശേഷം 30 വർഷക്കാലം അൽ ഖിലാഫ, യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം ലോകത്ത് നിലനിൽക്കുമെന്ന്. കൃത്യമായി 4 ഖലീഫമാരുടെ കാലഘട്ടം പരിശോധിച്ചാൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമറുൽ ഫാറൂഖ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അല്ലാഹു സംതൃപ്തിയ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. ഈ 4 ഖലീഫമാരുടെ ഭരണ കാലഘട്ടം പ്രവാചക തിരുമേനിയുടെ പ്രവചനം പോലെ തന്നെ 30 വർഷം. ആ കാലഘട്ടത്തിൽ അമുസ്ലിങ്ങളോട് അവർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അവർ നടത്തിയ ജിഹാദിൻ്റെ സ്വഭാവം എന്തായിരുന്നു? അവർ സ്വീകരിച്ച യുദ്ധത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എന്തായിരുന്നു? സവിശദം ചരിത്രത്തിൻ്റെ താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഇസ്ലാമിക ഖിലാഫത്ത്. എന്നാൽ ആ ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുകയാണ്, ഞാനാണ് അബൂബക്കർ ബഗ്ദാദി. ഒരു ഖത്തീബായിക്കൊണ്ട് പള്ളിയിലേക്ക് ആദ്യമായി കയറി വരികയാണ്, ഇവിടെ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ കൊടുങ്ക്രൂരതകൾ സിറിയയിലും ഇറാനിലും പരിസര പ്രദേശങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന ക്രൂരതകൾ നമ്മൾ ധാരാളം വായിച്ചവരും കണ്ടതുമായതുകൊണ്ട് സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ. അവർ ഇസ്ലാമിൻ്റെ പേരാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇസ്ലാമിൻ്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ IS എന്ന് പറയുന്ന ഈ സംഘം, ISന് സമാനമായ സംഘങ്ങൾ നേരത്തെയും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അൽ ഖായിദ പരക്കെ അറിയപ്പെട്ടതാണ്. താലിബാൻ, തഹരീക്ക് താലിബാൻ ഈ കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ ഒരു സ്കൂളിലേക്ക് KG സെക്ഷൻ പിഞ്ചു കുഞ്ഞുമക്കൾ LKGയിലും UKGയിലും പഠിക്കുന്ന ഒരു സ്കൂളുകളിലേക്ക് 100ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് കടന്നു ചെന്നിട്ട് ഭീകരന്മാർ കടന്നു ചെന്നിട്ട് വാതിൽ മുഴുവൻ കൊട്ടിയടച്ചിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ, അവിടെയുള്ള മുഴുവൻ 100ഓളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും മെഷീൻ ഗണ്ണിന് ഇരയാക്കിയിട്ട് ആ സ്കൂളിൻ്റെ അകത്തളം മുഴുവൻ ചോരക്കളം സൃഷ്ടിച്ചിട്ട്, ചോരപ്പുഴ സൃഷ്ടിച്ചിട്ടാണ് അവർ വാതിൽ തുറന്ന് ഭീകരന്മാരെ പുറത്തു പോയത്. തഹരീക്ക് താലിബാൻ, അതുപോലെ ബൊക്കോ ഹറാം, ഈ ഗണത്തിൽപ്പെട്ട വേറെയും തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത്തരം സംഘങ്ങളുമായി യാഥാർത്ഥ്യങ്ങൾ ഒത്തുനോക്കുമ്പോൾ നമുക്ക് പ്രകടമായി തെളിഞ്ഞു വരുന്ന ചില സത്യങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇത്തരം സംഘങ്ങളുടെ മുഴുവൻ പശ്ചാത്തലം, അവരൊക്കെ മുസ്ലിങ്ങളാണെന്ന് ശരി, പക്ഷേ അവരുടെയൊക്കെ ചരിത്ര പശ്ചാത്തലം, അവരൊക്കെ ഊർജം സ്വീകരിച്ചത്, അവരൊക്കെ അവലംബിക്കുന്ന ആദർശം, അത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ, സലഫി പ്രസ്ഥാനത്തിൻ്റെ ആശയമാണെന്ന് കണ്ടെത്താൻ സാധിക്കും. അവിടെയാണ് ISഉം സലഫിസവും ബന്ധിപ്പിക്കേണ്ട സാഹചര്യം വരുന്നത്. ഫാഷിസം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ്. അത് കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പറ്റാത്തത് കൊണ്ട് അതും കൂടി ചേർത്തി പറയുന്നുവെന്ന് മാത്രം. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവചനം നടത്തി. അല്ലാ തത്തബിഉന്ന സുനന മൻ കാന ഖബലക്കും, എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, നിങ്ങൾ പിൽക്കാലത്ത്
നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗങ്ങൾ, മാതൃകകൾ പിൻപറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ പൂർവീകരുടെ രീതി അതേപടി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഷിബുറം ബിഷിബിരിൻ, അത് വളരെ അതേപടി ചാണിന് ചാണായി, വദിറാം ബിദ്റായിൻ, മുഴത്തിന് മുഴമായി. അങ്ങനെ ഡീറ്റെയിലായി ആ കാര്യം പറഞ്ഞിട്ട് തങ്ങൾ വിശദീകരിച്ചപ്പോൾ സ്വഹാബത്തിന് സംശയം, ആരാണ് ഞങ്ങളുടെ മുൻഗാമികൾ? ഞങ്ങളുടെ വരും തലമുറകൾ പിൻപറ്റുമെന്ന് പറയാൻ ഞങ്ങളുടെ മുൻഗാമികൾ ആരാണ്? അൽ യഹൂദ വന്നസ്വാറ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ ക്രൈസ്തവ ജൂത സമൂഹത്തെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ മുൻഗാമികൾ ജൂതന്മാരാ, ഞങ്ങളുടെ മുൻഗാമികൾ ക്രൈസ്തവരാ, അവരുടെ മാർഗം ഈ സമുദായം പിൻപറ്റും എന്നാണോ നിങ്ങൾ സൂചിപ്പിക്കുന്നത്? കാല, തങ്ങൾ പറഞ്ഞു, ഫമൻ, അവരെയല്ലാതെ ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ച അവർ തന്നെ. അവരുടെ മാതൃക ഇസ്ലാമിക സമൂഹം പിൽക്കാലത്ത് പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഈ വാചകം ശ്രദ്ധേയമായ ഒരു വചനമാണ്. എന്തായിരുന്നു ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത? ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത പരിശോധിക്കുമ്പോൾ പ്രവാചകരുടെ വിയോഗത്തിന് ശേഷം നീണ്ട 14 നൂറ്റാണ്ടുകാലം ഇസ്ലാമിക ലോകത്ത് പ്രത്യക്ഷപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നേർപ്പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഏതൊക്കെ ബിദ്അഈ കക്ഷികളുണ്ടോ, ഈ കക്ഷികളെ മുഴുവൻ ചരിത്രം ഡീറ്റെയിലായി പരിശോധിച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ പ്രകടമായി ശരാശരി ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. ഒന്ന്, ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാർഗങ്ങൾ, മാതൃകകൾ, ചര്യകൾ അതേപടി പിൻപറ്റിയവരാണ് ഈ ബിദ്അഈ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് മുഴുവൻ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. മറ്റൊരു കണ്ടെത്തൽ, പ്രവാചക തിരുമേനി പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ജൂത ക്രൈസ്തവരെ അതേപടി അംഗീകരിച്ചവരും അനുകരിച്ചവരും അവരെ അനുധാവനം ചെയ്തവരുമാണെന്ന് ഈ ബിദ്അഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അതും കണ്ടെത്താൻ സാധിക്കുന്നു. ഒന്നാമതായി പറയട്ടെ, ജൂത ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി, മുഖമുദ്രയായി പ്രവാചക തിരുമേനിയും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നത്, ഖുർആനിൽ കാണാം യുഹർറിഫൂനൽ കലിമ അൻ മവാദിഇഹി, വേദഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ വളച്ചൊടിക്കുന്നവരാണ്. വേദഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ വളച്ചൊടിക്കുന്നവരാണവർ. അത് ജൂതന്മാരുടെ പ്രത്യേകതയാണ്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഖുർആനുള്ളതുപോലെ അവർക്ക് ഇഞ്ചീലുണ്ടായിരുന്നു, നമ്മുടെ ഖുർആൻ പോലെ അവർക്ക് തൗറാത്ത് ഉണ്ടായിരുന്നു. ഈ തൗറാത്തിലെയും ഇഞ്ചിയിലെയും അള്ളാഹുവിൻ്റെ കിതാബുകളിലെ വാക്യങ്ങൾ വളച്ചൊടിച്ചാണ് അവർ പ്രത്യേക മാർഗമായി ഉറച്ചു നിന്നത്. അല്ലെങ്കിൽ പ്രവാചകരെ സ്വീകരിക്കേണ്ടവരാവും. ഈ ഒരു പ്രത്യേകത അന്ന് തൊട്ട് ഇന്നോളമുള്ള സകലമാന ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രത്തിൽ നേർക്കുനേരെ നമുക്ക് കാണാൻ സാധിക്കും, വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ആദ്യകാല നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ഖവാരിജ് പ്രസ്ഥാനം തൊട്ട് ഇന്ന് നിലവിലുള്ള സലഫി മുജാഹിദ് പ്രസ്ഥാനം വരെയുള്ള ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കി. അവരൊക്കെ വേദഗ്രന്ഥങ്ങളിലെ വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ, നബി വചനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പുതിയ ചിന്തകളും ആശയങ്ങളും ആവിഷ്കരിക്കുന്നതും സമൂഹമധ്യേ സമർപ്പിക്കുന്നതും. തെളിവുകൾ ആവശ്യമില്ല. പ്രകടമായി സത്യം മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മഹാനവറുകൾ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്ലാമിലെ ആദ്യ കാലഘട്ടത്തിലെ ബിദ്അഈ പ്രസ്ഥാനമായ, അതും കൊടുംഭീകരരായ ഖവാരിജ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ. ഖവാരിജ് പ്രസ്ഥാനത്തിലെ പ്രത്യേകത, കാഫിറുകളെ കുറിച്ച് അവതരിച്ച വിശുദ്ധ ഖുർആൻ വാക്യങ്ങൾ, മുശ്രിക്കുകളെ കുറിച്ച് അവതരിപ്പിച്ച ഖുർആൻ വാക്യങ്ങൾ അതങ്ങനെ തന്നെ എടുത്തിട്ട് ഫജഅലുഹാ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിം സമൂഹത്തിന് മേൽ ചാർത്തിയവരാണ് ഖവാരിജ് പ്രസ്ഥാനം. അന്ന് തൊട്ട് ഇന്നോളമുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഇന്ന് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ഈ സലഫി പ്രസ്ഥാനം ചെയ്യുന്നത് അത് തന്നെയല്ലേ? മുശ്രിക്കുകളുടെ മേൽ അവതരിപ്പിച്ച ഖുർആൻ സൂക്തം എടുത്തിട്ട് അത് അതേപടി മുസ്ലിമീങ്ങളുടെ മേൽ ചാർത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയെത്ര സൂക്തങ്ങളാണ് ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര സൂക്തങ്ങൾ! ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറു ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഒരു സലഫി പ്രഭാഷകൻ ഈ ആയത്ത് ഉദ്ധരിക്കുമ്പോൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. ആ മഹാത്മാക്കൾ നിങ്ങൾ വിളിച്ചു തേടിയാൽ, ലാ യസ്മഉ ദുആഅക്കും, മഹാത്മാക്കൾ നിങ്ങളെ വിളി കേൾക്കൂല. വലൗ സമിഉ, കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല.
വയൗമൽ ഖിയാമത്തി അക്ഫറു ശിർക്കിക്കും, ഈ മഹാത്മാക്കൾ നാളെ യൗമുൽ ഖിയാമത്തിൽ നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മമായി അറിവുള്ള അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് ഈ കാര്യം അറിയിച്ചു തരാൻ മറ്റാരുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള അർത്ഥം വെക്കും, ഇങ്ങനെ വ്യാഖ്യാനിക്കും. അമ്പിയ ഔലിയാക്കളുമായി ബന്ധപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഈ ഖുർആൻ ആയത്ത് കൃത്യമായി സത്യത്തിൽ മുശ്രിക്കുകളെ കുറിച്ച് അവതരിച്ച ആയത്തായത്. സകലമാന പ്രാമാണികമായ ഖുർആൻ വ്യാഖ്യാന കൃതങ്ങളും അറബി അറിയുന്ന ആളുകൾക്ക് നോക്കിയാൽ കാണാം. ഇൻ തദുഉഹും ഐ അൽ അസ്നാം, ബിംബങ്ങളെ നിങ്ങൾ വിളിച്ചു തേടിയാൽ, ഐ അൽ ഔസാൻ, വിഗ്രഹങ്ങളെ നിങ്ങളോട് പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആക്കും, അവർക്ക് നിങ്ങളെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. അവിടെ തഫ്സീറുകൾ പറയുന്നുണ്ട് ലിഅന്നഹ ജമാദാത്ത്, കാരണം ആ വിഗ്രഹങ്ങൾ നിർജീവ വസ്തുക്കളാണ്. അവ ശില കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അവ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അത് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അത് പഞ്ചലോഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അത് മറ്റു ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ലൈസ മിൻ ഷൈഇൻ സമാഇ, കേൾവി എന്നത് ഈ നിർജീവ വസ്തുക്കളുടെ പ്രകൃതിയിൽപ്പെട്ടതല്ല. ഇനി വലു സമയവും കേട്ടു സങ്കല്പിക്കുക, ഉത്തരം ചെയ്യാൻ കഴിയില്ല. നാളെ യൗമുൽ ഖിയാമത്തിൽ എങ്ങനെ ശിർക്ക് നിഷേധിക്കുക ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഈ വിഗ്രഹങ്ങൾക്ക് അള്ളാഹു സംസാരിക്കാനുള്ള ശേഷി കൊടുക്കും, എന്നിട്ടാ നിഷേധിക്കുക. ഇങ്ങനെ വസ്തുനിഷ്ഠമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന്റെ യഥാർത്ഥ വിശദീകരണം നൽകുമ്പോൾ ആ വ്യാഖ്യാനം മറച്ചുവെച്ച് ഇത് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് വടച്ചുകൊടുക്കുന്ന പ്രവണത, അത് അന്ന് തൊട്ട് ഇന്ന് വരെ വേദഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ പ്രവണത പ്രകടമായി അവരുടെ എല്ലാ സംഭവവും നിഴലിച്ച് കാണുന്നതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം, ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ മാതൃക പിൻപറ്റുമെന്നെടുത്ത് അക്ഷരാർത്ഥത്തിൽ ജൂത ക്രൈസ്തവ സമൂഹത്തെ തന്നെ പിൻപറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഈ പ്രധാന ബിദഅി കക്ഷികളുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ബഹുമാന്യനായ ഫൈസി ചെറിയ സൂചനകൾ നൽകുകയുണ്ടായി. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിക പ്രാസ്ഥാനിക രംഗത്ത് പ്രത്യക്ഷപ്പെട്ട ഏറ്റവും വലിയ ഭീകര ഗ്രൂപ്പ് ബിദഅി പ്രസ്ഥാനമായ ഖവാരിജ് പ്രസ്ഥാനം. ഈ ഖവാരിജ് പ്രസ്ഥാനം ഇന്നത്തെ IS ചെയ്യുന്ന പോലെ ഒരുപാട് ക്രൂരതകൾ ചരിത്രത്തിൽ ചെയ്തു വെച്ചവരാ. ഏറ്റവും വലിയ ആ ഭീകര പ്രസ്ഥാനമായ ബിദഅി പ്രസ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഏകകണ്ഠമായി രേഖപ്പെടുത്തുന്നു. ഈ ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ജൂതനായിരുന്നു. നോക്കുന്നത് പ്രവാചക തിരുമേനിയുടെ വചനം, ഒരു ജൂതനായിരുന്നു. അബ്ദുല്ലാഹിബിൻ സബഇ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജൂതൻ പ്രത്യക്ഷത്തിൽ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ചാരനായി കടന്നു വന്ന് ഒരു മുസ്ലിം ഗ്രൂപ്പിനെ കയ്യിലെടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടാണ് ഖവാരിജ് പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നൽകിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ISന്റെയും അൽ ഖായിദയുടെയും താലിബാന്റെയും തഹരീക്കെ താലിബാന്റെയും ബൊക്കോ ഹറാമിന്റെയും ഒക്കെ ആദ്യ രൂപമായ വഹാബി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സൗദി അറേബ്യയിൽ പ്രത്യക്ഷപ്പെട്ട് രൂപകൽപ്പന നൽകിയ തൻ്റെ പ്രാസ്ഥാനിക പ്രവർത്തകന്മാരെയും പട്ടാളക്കാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചരിത്രത്തിൽ കാണിച്ച കൊടും ക്രൂരതകൾ ഇന്നത്തെ പോലെ ISനെ പോലെ ഏതൊരു മനുഷ്യനെയും കരയിപ്പിക്കുന്ന ക്രൂരമായ കൂട്ടക്കൊലകളും കശാപ്പുകളും പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സൂഫിവരന്മാരും കൊല ചെയ്ത വഹാബി പ്രസ്ഥാനം ചരിത്രത്തിൽ രേഖകളാണ്, അനിഷേധ്യമായ പരമാർത്ഥങ്ങളാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ വക്കാനു യംനഊന മിന സ്വലാത്തി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ അദാൻ, വഹാബികൾ ബാങ്ക് വിളിച്ച ശേഷം പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വിലക്കിയിരുന്നു. നമ്മൾ സാധാരണ ബാങ്ക് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, അങ്ങനെ സ്വലാത്ത് അവിടെ ആവശ്യമില്ല, ബിദഅത്ത. അത് പറ്റില്ല എന്നവർ തീരുമാനമെടുത്ത ശേഷം ഒരു മഹാനായ അഴ്മയായ അന്ധനായ ഒരു മുഅദ്ദിൻ ഉണ്ടായിരുന്നു മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാട്ടിൽ. ഈ വിലക്ക് വന്ന ശേഷവും അദ്ദേഹം ബാങ്ക് വിളിച്ചിട്ട്, ശ്രവണസുന്ദരമായ ബാങ്കായിരുന്നു, അദ്ദേഹം റബ്ബ ഹാദിഹി ദഅവതി തമ്മ പ്രാർത്ഥനയുടെ മുന്നോടിയായി സ്വലാത്ത് ചൊല്ലി. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചാരന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ കുറിച്ച് വിവരം നൽകി. മുഹമ്മദ് അബ്ദുൽ വഹാബ് ആൾ പിടിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊല്ലാൻ വിധിച്ചു. തൽക്ഷണം കഴുത്തറുത്ത് കൊന്നു. ഈ ഭീകരതയുടെ ചരിത്രത്തിലെ ചെറിയ ചെറിയ താളുകളാ, ചെറിയ 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 ഭാഗങ്ങൾ. അവർ തായിഫിൽ നടത്തിയ കൂട്ടക്കൊലകൾ 2000-ഓളം മഹാന്മാരായ പണ്ഡിതന്മാരെയും സൂഫിയാക്കളെയും ഔലിയാക്കളെയും
എത്രത്തോളം വെച്ചാൽ വിശുദ്ധ മക്കയിലെ ഖാദി, വിശുദ്ധ മക്കയിലെ മുഫ്തി, തായിഫിലെ മുഫ്തി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ മുഴുവനും കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, അവിടെയുള്ള കിതാബുകൾ മുഴുവൻ ചുട്ടരിച്ചു. ഇതൊക്കെ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, ബിദ്അത്തിന്റെ കിതാബുകളാണ്. ദലായിൽ ഖൈറാത്ത് ഉണ്ടല്ലോ, സ്വലാത്തിന്റെ ഏട്, ആ ഏട് ഇവിടെ കാണാൻ പാടില്ല, ബിദ്അത്താണ്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഏടുകളും ചുട്ടുകരിക്കാൻ ഓർഡർ ചെയ്ത് നൽകിയ ക്രൂരമായ പ്രവർത്തികൾ എത്രത്തോളം എന്ന് വെച്ചാൽ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സകലമാന മഹാന്മാരുടെ മഖാമുകളും തകർത്ത് തരിപ്പണമാക്കി. മാത്രമല്ല റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് തകർക്കാൻ അവർ മാർച്ച് ചെയ്തു. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പട്ടാളം, വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ നബി തങ്ങളുടെ റൗള തുറന്നു. അമൂല്യമായ ഒരുപാട് വസ്തുക്കൾ, ശേഖരങ്ങൾ, അതൊക്കെ അവർ കവർ ചെയ്തു കൊണ്ടുപോയി. പിന്നെ നബി തങ്ങളുടെ റൗള തകർക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ മദീന നിവാസികളായ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളായ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളായ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ആ പ്രവാചകരോട് ആത്മാർത്ഥമായി ബന്ധമുള്ള, കരളുരുകിയ, സ്നേഹമുള്ള, ആ കരളിന്റെ ഭാഗമായി കണക്കാക്കുന്ന മദീന നിവാസികൾ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തു, ഒരുപാട് മഹാന്മാരെ വകവരുത്തി, ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്തു. മാതാവിന്റെ മാറിടത്തിൽ മുലപ്പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് കഴുത്തറുത്തുകൊന്നു. കിതാബിൽ കൃത്യമായ ഒരു ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മഹാന്മാരുടെ മക്കാമുകൾ തട്ടിനിരപ്പാക്കി. പക്ഷെ ഒരു കാര്യം തീർച്ച, ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ, ലോകത്തിന്റെ എല്ലാമെല്ലാമായ ഹബീബിന്റെ ഖബർ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ഒരു കാര്യം തീർച്ച, മദീന നിവാസികളായ സകലമാന ആളുകളെയും, ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് ആ രക്തപ്പുഴയിലൂടെ നീന്തി തുടിച്ചിട്ടല്ലാതെ ഹബീബിന്റെ ഖബറിൽ കൈവെക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനം ചേർത്ത് നിന്നപ്പോൾ വലിയൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ തൽക്കാലം പിൻവാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇന്നും ആ പച്ചക്കുബ്ബ ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആ 3 മഹാത്മാക്കളുടെ ഖബറിന്റെ മീതെയുള്ള 6 മീറ്റർ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ ആ സംവിധാനം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആ പച്ചപ്പെട്ട് നിലനിൽക്കുന്നത്. അങ്ങനെ ബാക്കി വെച്ചതാ. സർവം തകർത്തില്ലേ അവർ? മഖാമുകൾ മുഴുവൻ തകർത്തു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ആദ്യ പാഠമുണ്ട്. നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. എവിടെയാണ് തങ്ങൾ ജനിച്ചത്? ഞാനും നിങ്ങളും മക്കയിൽ പോയവരാ. നമ്മുടെ ധാരാളം ആളുകൾ മക്കയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാ. ആ മക്കയിൽ തങ്ങൾ ജനിച്ച വീട് എവിടെ? എന്താ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടണ്ടേ? ആരാണ് ആ വീട് തകർത്തത്? ഇത് ചരിത്രാതീത കാലഘട്ടത്തിലെ ഒരു സംഭവമല്ലല്ലോ. കൃത്യമായി ചരിത്രാധീന കാലഘട്ടത്തിലെ സംഭവമാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച വീട്. ആ വീട് എവിടെ പോയി? മിനിമം ആ വീടിക്ക് നിൽക്കുന്ന സ്ഥലം മാർക്ക് ചെയ്യണ്ടേ? ഏതെങ്കിലും യുദ്ധത്തിൽ തകർന്നു പോയതാണെങ്കിൽ? ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ കൊലയാളികൾ, ഭീകരന്മാർ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 12 നൂറ്റാണ്ട് കാലം ഭരണാധികാരികൾ കാത്തു സൂക്ഷിച്ചു വന്ന പാവനമായ തങ്ങളുടെ വീട്, ആ വീട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം നമ്മൾ നോക്കിക്കാണുമ്പോൾ ആർക്കാണ് വികാര തരളിതരാകാതിരിക്കാൻ സാധിക്കുക? ആരുടെ കണ്ണുകളാണ് ഇറണിയാതിരിക്കുക? എൻ്റെ ഹബീബ് ഓടിച്ചാടി കളിച്ച മുറ്റമാണ് ഈ കാണുന്നത്. എൻ്റെ ഹബീബ് മുട്ടുകുത്തി പിച്ചവച്ച് നടന്ന പ്രദേശമാണ് ഈ കാണുന്നത്. ആ മണ്ണൊരു നോക്ക് കാണുമ്പോൾ 12 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോക ഭരണാധികാരികൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, പാവനമായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ വീട് ഇങ്ങനെ കണ്ടാൽ ശിർക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് തച്ച് തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കിയിട്ടത് ഈ വഹാബി പ്രസ്ഥാനത്തിലെ ഭീകരന്മാരാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കിയ, മഖാമുകൾ മാത്രമല്ല വീടുകൾ പോലും തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കി, സകലമാന ചരിത്ര സ്മാരകങ്ങളും. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി ഏതായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. ഇന്ന് IS-ന്റെയും താലിബാന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ചാരന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അന്ന് പ്രവാചക തിരുമേനി പറഞ്ഞ വചനത്തിന്റെ തനി പുലർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പറയുന്നു, ഇസ്ലാമിക ലോകത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ, മുസ്ലിം സമൂഹത്തെ ശിഥിലമാക്കാൻ, മുസ്ലിം സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കാൻ, മുസ്ലിം പണ്ഡിതന്മാരെ വകവരുത്താൻ, ഇസ്ലാമിക സംസ്കാരത്തെ പ്രകടിപ്പിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ തകർക്കാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിന് ശക്തി പകർന്നത്, ഒരു ചാലക ശക്തിയായി വർത്തിച്ചത് കൃത്യമാർന്നാൽ ബ്രിട്ടന്റെ ചാരന്മാരായിരുന്നു. ബ്രിട്ടൻ ഇസ്ലാമിക ലോകത്തെ തകർക്കാൻ വേണ്ടി 9 അംഗ ചാര സംഘത്തെ നിയോഗിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം.
9 ചാരന്മാരെ. ഈ ഓരോ ചാരന്മാർക്കും പ്രത്യേകമായി സ്റ്റാഫുണ്ട്, ഇഷ്ടം പോലെ സ്റ്റാഫുണ്ട് അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. അതിപ്രഗത്ഭരായ ആളുകളെ നിയോഗിച്ചത്. അതിൽ ഹംഫർ എന്ന് പറയുന്ന ചാരനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബുമായി ബന്ധപ്പെട്ടത്. ഹംഫർ എന്ന് പറയുന്ന ചാരന് മുഹമ്മദ് അബ്ദുള്ള ഹംഫർ എന്ന പേര് സ്വീകരിച്ച് അന്ന് അബ്ദുല്ലാഹിബ്ൻ സബ എന്ന ജൂതൻ ചരിത്രത്തിന്റെ തുടക്കത്തിൽ മുസ്ലിമായി രംഗത്ത് വന്നപോലെ മുസ്ലിമായി രംഗത്ത് വന്ന് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഈ കിരാതമായ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ പേരിൽ നടത്തിയതും ഖുർആൻ വളച്ചൊടിച്ചതും മുസ്ലിങ്ങളെ കൂട്ടക്കൊല, മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ് കൂട്ടക്കൊല നടത്തിയതുമെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിന്റെ തനിയാവർത്തനമാണ് ഇന്ന് IS പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. IS കുറിച്ച് ആദ്യമേ ഇസ്ലാമിക ലോകത്ത് 100 ചോദ്യങ്ങളുണ്ട്. IS സ്ഥാപിച്ചവൻ അബൂബക്കർ ബഗ്ദാദിയാണ്. അബൂബക്കർ ബഗ്ദാദി മാനത്ത് നിന്ന് ഇറങ്ങി വരൂലല്ലോ. അബൂബക്കർ ബഗ്ദാദിന്റെ ഉമ്മയാരാണ്, ഉപ്പയാരാണ്? ഉത്തരല്ല. അയാൾ മുസ്ലിമാണെങ്കിൽ ഉമ്മാന്റെ പേര് പറയട്ടെ, അയാൾ മുസ്ലിമാണെങ്കിൽ ഉപ്പാന്റെ പേര് പറയട്ടെ, അയാൾ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ ജനിച്ച നാട് പറയട്ടെ. പറയാനില്ല. വളരെ കൃത്യമായി പറയുന്നു. ഷിമോൻ ഇല്ലിയറ്റ് എന്ന് പറയുന്ന കൃത്യമായ ജൂതനാണ് ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു ജൂതൻ, അസ്ലി യഹൂദി. ഇക്കാര്യം നമ്മൾ മാത്രം ആരോപിക്കുന്നല്ല, ഇസ്ലാമിക ലോകം കണ്ടെത്തി പറയുന്ന സത്യം മാത്രമല്ല. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വകുപ്പുണ്ട്, CIA. ആ CIAയുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്ന എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന അതിവിദഗ്ധൻ, ആ ചാരസംഘത്തിന്റെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രഗത്ഭ വ്യക്തിത്വം അമേരിക്കയിൽ വെച്ച് താൻ ഈ സത്യം പറഞ്ഞാൽ തൻ്റെ തല പോകും. ആൾക്കറിയാം. ആൾ അമേരിക്ക വിട്ട്, രാജ്യം വിട്ട് ചൈനയിൽ പോയി വാർത്താ സമ്മേളനം നടത്തി. ISനെ സൃഷ്ടിച്ചത് അമേരിക്കയുടെ ചാരസംഘടനയായ CIA-യും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദും സംയുക്തമായാണെന്ന് ആൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. നമ്മുടെ മലയാള ചാനലുകളും മലയാള പത്രങ്ങളും മുഴുവൻ അത് എഴുതി. നിഷേധിക്കപ്പെടാൻ പറ്റില്ലല്ലോ, വസ്തുതയാണ്. പക്ഷെ ഈ വസ്തുത അന്ന് പ്രവാചക തിരുമേനി പറഞ്ഞതുപോലെ അന്ന് തൊട്ട് ഇന്ന് വരെ ജൂത സമൂഹം, ക്രൈസ്തവ സമൂഹം അവരെ പിൻപറ്റിക്കൊണ്ടാണ് ഈ പുതിയ സംഘങ്ങൾ, ബിദ്അഈ സംഘടനകൾ, ഭീകര സംഘടനകൾ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവരെ മാത്രം ഒരു കയ്യിലെടുക്കാൻ സാധിച്ചു? എന്തുകൊണ്ട്? ലോകത്തെ മഹാഭൂരിപക്ഷം സുന്നികളല്ലേ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളല്ലേ. എന്തേ സുന്നി പണ്ഡിതന്മാരെ വിലക്കെടുക്കാൻ ഇവർക്ക് സാധിക്കാത്തത്? നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ISന്റെ പ്രവർത്തകനും സാധാരണ പ്രവർത്തകൻ ഒരിക്കലും ഞാൻ ജൂതന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു ISന്റെ പ്രവർത്തകൻ ഒരിക്കലും ഞാൻ ക്രൈസ്തവ സമൂഹത്തിലെ ചാരന്മാരുടെ അല്ലെങ്കിൽ ജൂതൻ അമേരിക്കയുടെ ചാരന്മാരുടെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ആ നിലക്കല്ല സംവിധാനിക്കുന്നത്. ഇതൊക്കെ അതിവിദഗ്ധമായി സംവിധാനിക്കുമ്പോൾ പ്രഗത്ഭരായ യോഗ്യരായ ആളുകളെ വില കൊടുത്ത് കയ്യിലെടുക്കാനും അവരെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ലേബിളിൽ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് മുസ്ലിം ആത്മാർത്ഥത, ജിഹാദ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങനെ ഇറക്കി വിടാനും സാധിക്കുമെന്നതാണ് ഇവരൊക്കെ നടത്തുന്ന തന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. നിരപരാധികളായ പാവം സാധുക്കൾ, വിവരമില്ലാത്ത ആളുകളാണ്. ഞാൻ ഇന്നലെ പടന്നയിൽ പോയി. പടന്നയിൽ നിന്നാണ് ഈ 21 ആളുകൾ രാജ്യം വിട്ടതിൽ വളരെ വലിയൊരു വിഭാഗം രാജ്യം വിട്ടുപോയത്. ഞാനവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ 2 ആളുകളുടെ ചരിത്രം ആ സമയത്തിന് അവർ പറഞ്ഞു. തീരെ മദ്രസയിൽ പോകാത്ത ആളുകളാണ്. ഇന്ന് കേരളത്തിൽ മദ്രസയിൽ പോകാത്ത ആളുകളില്ലല്ലോ മുസ്ലിമീങ്ങൾ. പക്ഷെ അതിൽ ഇപ്പോൾ ഈ അപ്രത്യക്ഷരായ 2 ആളുകൾ തീരെ മദ്രസയിൽ പോലും പോയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പുറത്തു പോയി വന്ന ആളുകൾ താടി വല്ലാതെ നീട്ടാൻ തുടങ്ങി, തുണി കണങ്ങാലിന്റെ മധ്യം വരെ ഉടുക്കാൻ തുടങ്ങി, മുജാഹിദ് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ തുടങ്ങി, അതിൻ്റെ പ്രവർത്തകരായി രംഗത്ത് വരാൻ തുടങ്ങി. വിവരമില്ല. പക്ഷേ ഓൺലൈൻ പഠനങ്ങളെ ആധാരമാക്കി ഗൂഗിളിനെ ഷെയ്ഖാക്കി ചിത്രീകരിച്ചുകൊണ്ട് അന്ധമായി വഹാബി പ്രസ്ഥാനത്തിൻ്റെ വഴിതെറ്റിയ ആളുകളുടെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കില്ല. അവർ പറയുന്നു, അനുഭവസ്ഥർ പറഞ്ഞതാ, നമ്മുടെ നാട്ടിലൊക്കെ ആട്, ഉദാഹരണം പൂള, കപ്പ കുത്തിയെടുത്ത് ആട് വന്ന് തിന്നാൻ ആടുകൾ പിടിച്ച് ആട്ടൂലേ, അല്ലെങ്കിൽ വടിയെടുത്ത് അടിക്കൂലേ. ഇവരിങ്ങനെ ചെയ്യുമ്പോൾ പറയും, ആടിനാട്ടാൻ പാടില്ല, അള്ളാൻ്റെ ഭൂമിയുള്ള സാധനം ആടുകൾക്കും അള്ള ഉണ്ടാക്കിയതാ, ആടിനെ വിലക്കാൻ പാടില്ല, ഹറാമാണ്. ഇങ്ങനെ പ്രത്യേക ആശയവുമായി രംഗത്ത് വന്ന് ഇങ്ങനെ ഈ ആളുകൾ വഴിതെറ്റിക്കപ്പെട്ടത് എങ്ങനെ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരികത നമുക്ക് ബോധ്യപ്പെടുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആര് എന്ത് പറഞ്ഞാലും ശരി,
ഇവരൊന്നും സലഫി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സൗദിയിലെ ഇന്നത്തെ ഔദ്യോഗിക മുജാഹിദ് പ്രസ്ഥാനം ഭീകര പ്രസ്ഥാനമാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇവരുടെ പ്രധാന ഗ്രൂപ്പുകളൊക്കെ ഈ തീവ്രവാദത്തെ എതിർക്കുന്നുണ്ട്. ശരി, നമ്മുടെ ദിയാവുദ്ദീൻ ഫൈ സൂചിപ്പിച്ചതുപോലെ അതൊരു വസ്തുതയെ. പക്ഷേ ഇവിടെ പോയ ആളുകളൊക്കെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകളാ, ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ ആളുകളാ. അതല്ലെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കൃത്യമായി അക്കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന വഹാബി പ്രസ്ഥാനത്തിൻ്റെ സകലമാന പ്രസിദ്ധീകരണവും ആവർത്തിച്ചാവർത്തിച്ച് ഇവരൊക്കെ സലഫികളാണ് എന്ന സത്യം നിഷേധിക്കുന്നില്ല എന്ന് അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയ ചില സാമ്പിളുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഇവിടെ പറയട്ടെ, ഈ പറയുന്ന വാരിക ഷബാബ് വാരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രബല ഗ്രൂപ്പായ മടവൂർ ഗ്രൂപ്പിൻ്റെ വാരികയാണ്. ഈ വാരികയുടെ പേജ് നമ്പർ 15-16 വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അവരെഴുതി വച്ചിരിക്കുന്നു വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യം. എന്താണ് ആ യാഥാർത്ഥ്യം? ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങളും, ഭീകര സംഘങ്ങളും, അറിയപ്പെട്ട ഭീകര സംഘങ്ങളൊക്കെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയുന്നല്ല, അവർ തന്നെ പറയുന്ന വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഭാഗ. എന്നാൽ ഈ വഹാബി പ്രസ്ഥാനം ഇങ്ങനെ ഭീകരമായി മാറാൻ കാരണം അത് ആ പ്രദേശത്തിൻ്റെയും ആ പ്രകൃതിയുടെയും അവിടെയുള്ള ഗോത്രവർഗങ്ങളുടെയും പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ മാറിപ്പോയത്. കേരളത്തിലെ വഹാബികൾ അങ്ങനെ മാറിയിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. ലോകത്തെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ മുഴുവൻ വഹാബികളാണെന്ന് പച്ചയായി അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഞാൻ ആ വാചകം മാത്രം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വഹാബിസം അത് സ്വീകരിച്ച ജനതയുടെയും രാജ്യത്തിൻ്റെയും സ്വഭാവമനുസരിച്ച് പ്രകൃതത്തിൽ മാറുന്നതായി കാണാം. ഗോത്ര മേധാവിത്വമുള്ള സമൂഹങ്ങളിലാണ് വഹാബിസം ഏറ്റവും കർക്കശവും തീവ്രവുമായ രൂപം പ്രാപിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, പാകിസ്ഥാനിലെ തെഹരീക്കെ താലിബാൻ, നൈജീരിയയിലെ ബൊക്കോ ഹറാം, ഇറാഖിലെ IS, സൗദിയിലെ അൽ ഖായിദ തുടങ്ങിയ വഹാബികൾ എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ അതിന് ഉദാഹരണമാണ്. വളരെ കൃത്യമായി അവരുടെ വാരിക ഷബാബ് ഈ പറയുന്ന 2015 ജനുവരി 2 ലക്കത്തിൽ എഴുതി വച്ചിരിക്കുന്നു. മാത്രമല്ല അവരുടെ തന്നെ വാരിക മറ്റൊരു ലക്കത്തിൽ സലഫികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെയാണ് തീവ്രവാദികളുള്ളത്. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ അത് ചെറിയ ഗ്രൂപ്പാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അത് നമ്മളും അംഗീകരിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ തീവ്രവാദികളെന്ന് കൃത്യമായി അവരുടെ ഇതേ വാരികയുടെ മറ്റൊരു ലക്കത്തിൽ അവർ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഞാൻ ആ വാചകം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അവരങ്ങനെ തന്നെ എഴുതി വച്ചത്, സലഫികളും വഹാബികളും ഇസ്ലാമിസ്റ്റുകളുമാണ് ഭീകരതയുടെ വക്താക്കൾ എന്ന മട്ടിലുള്ള പ്രചാരണത്തിന് ഔദ്യോഗിക അംഗീകാരമുള്ള പോലെയാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കിടയിൽ ചെറിയ ഗ്രൂപ്പുകൾ, ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനം എന്ന വാക്ക് നന്നാക്കുക എന്നുവെച്ചാൽ സലഫി പ്രസ്ഥാനം എന്നാ, സുന്നി യാഥാസ്ഥികന്മാരായിട്ടാണ് പറയുന്നത്. ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കിടയിൽ ചെറിയ ഗ്രൂപ്പുകൾ തീവ്രവാദാഭിമുഖ്യമുള്ളവയാണെന്നത് വസ്തുത തന്നെയാണ്. അവരുടെ അതേ വാരിക ഷബാബ് 2016 ഈ മാർച്ച് 25 ലക്കത്തിൽ പറയുന്നു. ഇതേ ആശയം ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം അവരുടെ വാരികയാണ് ഈ പറയുന്നത്, കാണുന്നത്. അവരുടെ വാരിക എന്ന് പറയുമ്പോൾ വിചിന്തനം. അവരുടെ വാരികയിൽ പച്ചയായി ഈ ദാഇഷ് എന്ന് പറയുന്ന സംഘടനയെ, IS എന്ന് പറയുന്ന സംഘടനയെ അത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അവരെ ലോകം കുറ്റപ്പെടുത്തുന്നത്, യഥാർത്ഥത്തിൽ അവർ ഈ ഖബറുകളും മറ്റും പൊളിച്ചതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് സുന്നി പടയണിയുടെ ശക്തി ചോർത്താൻ മാത്രമേ സാധിക്കൂ, അതുകൊണ്ട് അതിന് ഇറങ്ങിത്തിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നു. സുന്നി വിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളാണെന്ന്. വഹാബികൾ പറഞ്ഞ ഷീ അല്ലാത്ത സുന്നി അവരാ സുന്നി. അപ്പോൾ സുന്നി പോരാളികൾ എന്ന ഈ തീവ്രവാദികളെ കുറിച്ച്, ഭീകരവാദികളെ കുറിച്ച് അവർ പറയുന്നത് ഈ വിചിന്തന വാരികയിൽ വളരെ വ്യക്തമായി, വളരെ കൃത്യമായി അവർ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ പേജ് നമ്പർ 4 പറയുന്നത് സുന്നി പക്ഷത്തിൻ്റെ സായുധ ശക്തി നശിപ്പിക്കാൻ മാത്രമേ സഹായകമാകൂ അവരെക്കുറിച്ചുള്ള ദുഷ്പ്രചരണം. എന്താ ദുഷ്പ്രചരണം? ഖവാരിജ് പ്രസ്ഥാനത്തിൻ്റെ തനിയാവർത്തനം, വഹാബി പ്രസ്ഥാനത്തിൻ്റെ തനിയാവർത്തനം. അതാണ് IS എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കളോടുള്ള അനാദരവ് മാത്രമല്ല,
മഹാത്മാക്കളെ കൊല ചെയ്യൽ മാത്രമല്ല, മഹാത്മാ ഖബറുകൾ തകർക്കൽ. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, ഇസ്ലാമിക ലോകത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ പ്രധാനിയായി നമ്മൾ കണക്കാക്കുന്ന സുൽത്താനുൽ ആരിഫീൻ വൽ ആഷിഖീൻ അബുൽ അബ്ബാസ് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അദ്ദേഹത്തിന്റെ ഖബർത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ടതാരാ? ഈ IS. മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, ഇമാം നവവി തങ്ങളെ ഖബർ തകർത്തിട്ടതാരാ? മഖാമ് ഈ പറയുന്ന IS. ആ തകർത്തതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നും അങ്ങനെ പറഞ്ഞു ചെയ്താൽ നമ്മുടെ സുന്നി പോരാളികൾക്ക് ISകാർക്ക് ശക്തിക്ഷയം സംഭവിക്കുമെന്നും പച്ചയായി ഇത് അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഞാൻ ആ വാചകം വായിച്ചു കേൾപ്പിക്കാം. നോക്കൂ, അവർ എഴുതിയിട്ടുള്ളത് വിമത ഭീകരർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന ഒരു കോട്ടിയാണ് ഈ ISനെ കുറിച്ച്. ആരാധനാലയങ്ങളും ദർഗകളും തകർക്കുന്നുവെന്ന പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില അറബി ചാനലുകളുടെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. യാഥാസ്ഥികരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുന്നുവെന്നാണ് പ്രചരണം ശക്തമാണ്. എന്ന് വെച്ചാൽ തീർത്ഥാടന കേന്ദ്രം പറഞ്ഞാൽ മഹാന്മാർ മക്കാമുകൾ തകർക്കുകയാണ് ബോംബിട്ട്. ഇറാഖിൽ അധിനിവേശം നടത്തിയ അമേരിക്കയുടെ ഷിയ പാവ സർക്കാരിന്റെ പതനം ആസന്നമായപ്പോൾ അഹ്ലുസുന്നക്കടയിൽ ഭിന്നിപ്പ് വളർത്താൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ സാധിക്കൂ. ഇപ്പൊ ഇറാഖിലുള്ള ഭരണകൂടം തകരുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന് രംഗത്ത് വന്ന ISനെ തളർത്താൻ മാത്രമേ ഈ പ്രചരണം സാധ്യമാകൂ. കാരണം ഖബർ കെട്ടിപ്പൊക്കുന്നതിനെയോ ഖബർ പൂജ നടത്തുന്നതിനെയോ പ്രാമാണികരായ ഒരൊറ്റ അഹ്ലുസുന്നയുടെ പണ്ഡിതനും അനുകൂലിച്ചിട്ടില്ല, ന്യായീകരിച്ചിട്ടുമില്ല. യാഥാസ്ഥികരായ മുസ്ലിങ്ങളിലേക്ക് കയറിക്കൂടിയ ഷീഈ അന്ധവിശ്വാസങ്ങളെ യുദ്ധഭൂമിയിൽ അഹ്ലുസുന്നയുടെ പോരാളികൾ എന്ന് പറഞ്ഞാൽ ISന്റെ പോരാളികൾ തകർത്തെറിഞ്ഞതിനെ പർവ്വതീകരിക്കുന്നത് വല്ലാതെ പ്രചരിപ്പിക്കേണ്ടതിനെതിരെ സുന്നി പക്ഷത്തിന്റെ സായുധ ശക്തി നശിപ്പിക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാരിക വിചിന്തനം ഈ 2014 ജൂലൈ ലക്കം 18 ലക്കത്തിൽ വളരെ കൃത്യമായി പറയുന്നു എന്ന് മാത്രമല്ല, അവരൊന്നുകൂടി ശക്തിപ്പെടുത്തി പറയുന്നു, അവർ നടത്തട്ടെ, അവർ സുന്നത്ത് ജമാഅത്തിന്റെ പോരാളികളായ ISകാർ ഖബർ തകർക്കട്ടെ, ഒരു മഖാം നിലനിർത്താൻ പാടില്ല, അത് തകർക്കണം തന്നെ ഞങ്ങൾ നിലപാട് പച്ചയായി അവർ പറയുകയാണ്. ഇവിടെ സക്കരിയ സ്വലാഹി കേരളത്തിനെ കുറിച്ച് മഹാന്മാരായ ഈ നമ്മുടെ മുൻ പ്രതിപക്ഷ ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ JCB കൊണ്ടുവന്ന് അനധികൃതമായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചെറിഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു, മദീനയുടെ ഭരണം എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യമായി JCB കൊണ്ടുപോവുക പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഖബറിടത്തിലേക്കായിരിക്കുമെന്ന് മാത്രമല്ല, VSന്റെ ആ JCB മമ്പറം മഖാമിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച അതേ ശൈലി. കാരണം ഇവരുടെ ആശയമാണിത്. നോക്കൂ, നിങ്ങൾ അവർ പച്ചയായി പറയുന്നത് അത് ചെയ്യേണ്ടത് തന്നെയാണ്, അവർ അപലപിക്കാൻ പാടില്ല. അവർ എഴുതി വച്ചിരിക്കുന്നു, ഫലത്തിൽ പ്രത്യക്ഷമായ ബഹുദൈവാരാധനയാണ് ഷിയാക്കൾ ഖബറുകൾ കെട്ടിപ്പൊക്കി ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങൾ അപകടകരമാണെന്ന് മനസ്സിലാക്കി അഹ്ലുസുന്നയുടെ പോരാളികൾ എന്ന് പറഞ്ഞാൽ ISന്റെ പോരാളികൾ യുദ്ധത്തിനിടയിൽ അവ നിരപ്പാക്കി മാറ്റിയത് ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ നിരപ്പാക്കണമെന്ന പ്രവാചക കൽപ്പന നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിലയിലും അവർ അപലപിക്കേണ്ടതില്ല. അവർ വളരട്ടെ, അവർ തളർത്താൻ പാടില്ല, ആ നിലക്കുള്ള ദുഷ്പ്രചരണം നടത്താൻ പാടില്ല. ഔദ്യോഗികമായി ആധികാരികമായി ഔദ്യോഗിക വിഭാഗത്തിന്റെ വാരികയും എഴുതി വച്ചിരിക്കുന്നു. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം ഇക്കാര്യം ശരിവച്ചിരിക്കുന്നു. വസ്തുത സലഫി പ്രസ്ഥാനം തന്നെയാണ് ഇതിന്റെ പിന്നിൽ. സലഫി വിഭാഗങ്ങളാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയാണ്. ഇവരുടെ വാരികയിലേക്ക് വന്നൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ, വിശദമായ ഉത്തരത്തിൽ അവർ പറയുന്നു, ഈ വാരികയുടെ പേജ് നമ്പർ 28 ഒരു ചോദ്യവും ആൻസറും കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യത്തിൽ പറയുന്നത്, അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ISന്റെ ക്രൂരതയുടെ പ്രത്യയശാസ്ത്രം നിലകൊള്ളുന്ന സൗദി അറേബ്യയുടെ 18ാം നൂറ്റാണ്ടിൽ രൂപമെടുത്ത പ്രത്യേക ബ്രാൻഡ് ഇസ്ലാമായ സൗദി വഹാബിസത്തിലാണെന്ന് സമർത്ഥിച്ച ശേഷം ലേഖകൻ ഇങ്ങനെ എഴുതുന്നു. ചോദ്യമാണിത്. ബഗ്ദാദിയുടെ IS മാത്രമല്ല, സൗദി വഹാബിസത്താൽ സ്വാധീനിക്കപ്പെട്ട സംഘടന ISന്റെ മുൻഗാമിയായ അൽ ഖായിദ, സോമാലിയയിലെ അൽ ഷബാബ്, പാകിസ്ഥാനിലെ ലഷ്കർ-എ തയ്യിബ, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സക്രിയമായ താലിബാൻ, തുനീഷ്യയിലും ലിബിയയിലും പ്രവർത്തിക്കുന്ന അൻസാറു ശരിയ, നൈജീരിയയിലെ ബൊക്കോ ഹറാം തുടങ്ങിയവയെല്ലാം പ്രത്യയ ശാസ്ത്രപരമായ ഊർജം വലിച്ചെടുക്കുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശുദ്ധ ഇസ്ലാം ചിന്തകളിൽ നിന്നത്രേ. അരുങ്കുലയുടെ വ്യാജ ലേബലുകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2015 മാർച്ച് 1 നിന്നാണ് ഉദ്ധരിക്കുന്നത്. മത തീവ്രവാദ ക്രൂരതകളെ സംബന്ധിച്ചുള്ള ഈ വിലയിരുത്തലുകളെ കുറിച്ച് എങ്ങനെ കാണുന്നു ചോദ്യമാണ്. വിശദമായ മറുപടിക്കിടയിൽ അവരെഴുതുന്ന സത്യം, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മാർഗം പിന്തുടരുന്നുവെന്ന് അവകാശപ്പെടുന്ന സലഫികളിൽ തീവ്രവാദികളുണ്ട്.
അക്ഷരപൂജയുടെ തീവ്ര സങ്കുചിതത്തിൽ തളച്ചിടപ്പെട്ട ഒരു വിഭാഗം സലഫി നാമധാരികൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ചെയ്യുന്ന ദ്രോഹം ചെല്ലറയല്ല വിശദമായി എഴുതുന്ന കൂട്ടത്തിലുണ്ട്. ഈ പറയുന്ന പ്രബോധന വാരിക 2015 മാർച്ച് ലക്കം 13 ലക്കത്തിൽ പറയുന്നു. ഇതുപോലെ വേറെയുമുള്ള വാരികകൾ ഇക്കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊരു വസ്തുതയായ പരമാർത്ഥ. ഞാൻ അവരുടെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും തന്നെ വാരികൾ ഉദ്ധരിക്കാൻ കാരണം അനിഷേധ്യമായ പരമാർത്ഥം, അല്ലെങ്കിൽ അവരൊരു മിനിമം അവർ മറച്ചു വെക്കട്ടെ. ഇത് വഹാബി പ്രസ്ഥാനത്തിന്റെ ഭാഗ സലഫികളാണ്. നിങ്ങൾ ചെന്ന് നോക്ക്, ഉസാമ ബിൻ ലാദനോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ ആരാണ് സലഫിയാണ്, ഇല്ലെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, ഒറിജിനൽ വഹാബിയാണ്. ആ തലപ്പാവ് നോക്കണ്ട, വെള്ള ഷർട്ടും വെള്ള തുണി നോക്കണ്ട, ഇവരൊക്കെ ഒറിജിനൽ സലഫികളാ. പക്ഷേ ഈ സലഫികൾ ഇവിടെ ചോദിച്ചതുപോലെ ഇവരെ തന്നെ എന്തുകൊണ്ട് ഈ പാശ്ചാത്യൻ ഏജന്റുമാർക്ക് കയ്യിലെടുക്കാൻ സാധിച്ചു? ലോകത്ത് മഹാഭൂരിപക്ഷം സുന്നികളല്ലേ, എന്തുകൊണ്ട് ഒരു സുന്നിയെ പോലും ഇവിടെ കിട്ടുന്നില്ല? കേരളത്തിൽ 21 ആളുകൾ വിദേശത്തേക്ക് കടന്നപ്പോൾ എന്തേ ആ ഗണത്തിൽ ഒരു സുന്നി പോലും പെടാതിരുന്നത്? ഈ അറസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ട് സുന്നികൾ അതിൽ പെടുന്നില്ല? എന്തേ ഇവരാകാൻ കാരണം? അവിടെയാണ് പ്രശ്നത്തിന്റെ യാഥാർത്ഥ്യം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക നമുക്ക് ബോധ്യപ്പെടുക. സുന്നത്ത് ജമാഅത്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിക്കാവതല്ല എന്ന അടിസ്ഥാനപരമായ ആദർശം അംഗീകരിച്ചവരും പ്രാവർത്തികമാക്കുന്നവരാണ്. ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്നത് സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് വ്യാഖ്യാനിച്ച വിശദീകരണങ്ങളും മതവിധികളും സുന്ദരമായി മദ്ഹബിന്റെ കിതാബിൽ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്, A to Z. അതിലൊരു ഭാഗമാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറയുമ്പോൾ ശത്രുക്കളുമായുള്ള സമരം, ഇസ്ലാമിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി നടത്തുന്ന സമരം ആ ഗണത്തിൽപ്പെട്ടതാണ്. ആ സമരം ആരുടെ നേതൃത്വത്തിൽ നടത്തണം, അതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെ, അതിൻ്റെ നിർബന്ധവും ഐച്ഛികവുമായ ഘടകങ്ങൾ എന്തൊക്കെ, ഡീറ്റെയിലായി ഈ മദ്ഹബിന്റെ കിതാബുകൾ സ്വഹാബത്തിന്റെ വിശദീകരണം അനുസരിച്ച് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് സുന്നിക്ക് പോകാൻ പറ്റൂ, അതിനപ്പുറം പോകാൻ പറ്റൂല. ഒരാൾ ജിഹാദിന് പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഇപ്പം ഇറാഖിൽ നടക്കുന്ന IS ചേരലാണ് ജിഹാദ്, സ്വർഗം കിട്ടാൻ നല്ല വഴിയാണെന്ന് പറഞ്ഞാൽ ഈ മിനിമം ആ പ്രദേശത്തെ ഖാദികളോടും ചോദിച്ചു നോക്കും, ഉസ്താദെ ഞാനിങ്ങനെ നല്ലൊരു അമലിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനിങ്ങനെ കണ്ടു ഓൺലൈനിൽ ഇതിന് ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്, ഞാൻ IS പ്രവർത്തനത്തിലേക്ക് പോകട്ടെ? ഉസ്താദ് പറഞ്ഞു കൊടുക്കും, മോനെ അത് ജിഹാദല്ല, ഇസ്ലാമിലെ ജിഹാദ് ഇങ്ങനെയാണ്, എൻ്റെ മസല ഇങ്ങനെയാണ്, ആ കിതാബ് എടുത്ത് നോക്കി പറഞ്ഞു കൊടുക്കും. നേരെ മറിച്ച് അവർക്കത് കഴിയില്ല. അവർക്ക് ഖുർആനും ഹദീസും നേരിട്ട് മതവിധികൾ കണ്ടെത്തേണ്ടത്. നേരിട്ട് മതവിധികൾ കണ്ടെത്തുകയാണ്. ഖുർആന്റെ ഓരോ ഭാഗമെടുത്ത് അങ്ങനെ അർത്ഥം വെച്ചു കൊടുത്താൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും, ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കും. ആ ഖുർആനും സുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിക്കാനുള്ള ഒരു നിയമപരമായ പിൻബലം, അതിനുള്ളൊരു പ്രാമാണികത അവർക്ക് വകവെച്ചു കൊടുത്തതാണ് സലഫി പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ഗുരുതരമായ പാളിച്ച. ഖുർആനും ഹദീസും സ്വന്തം വ്യാഖ്യാനിക്കാൻ അവകാശം വകവെച്ചു കൊടുത്തു. ആ പ്രവർത്തകർ വഴിമാറി ചിന്തിക്കുക, അത് തീവ്രതയ്ക്കും ഭീകരതയ്ക്കും മാത്രം പോകുന്നത് പല വഴിക്കാ. ഈ അടുത്ത് കുറച്ച് കാലം മുമ്പ് സകല സ്റ്റേജിലും പ്രസംഗിച്ച് നടന്നിരുന്നൊരു മുജാഹിദ് ഉണ്ടായിരുന്നു. AP സുന്നിന്ന് അതിക്ക് പോയതാണെന്നാണ് പറഞ്ഞത്. മുദൂർ അബൂബക്കർ മുസ്ലിയാർ. ഒരുപാട് കാലം സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. മുദൂർ അബൂബക്കർ അതൊരു മുസ്ലിയാരായിട്ട് ഒരു മുജാഹിദിന്റെ സ്റ്റേജിൽ വരുന്ന വലിയ കൗതുകമാണല്ലോ. ഞാൻ ആളെക്കുറിച്ച് അന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആൾ അന്വേഷിക്കുമ്പോൾ ആൾ പിന്നെ AP സുന്നിൻ്റെ ഒരാളാണ്, പിന്നെ മുജാഹിദായതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ചേകനൂർ മൗലവിൻ്റെ ഒരു മാസികയുണ്ട്, ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഈ ചേകനൂർ മൗലവി എന്നാൽ പുതിയ തലമുറക്കറിയില്ല, അയാൾ കാഫിറാണെന്ന് പരസ്യമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്, ഇസ്ലാമിക വൃത്തിന് പുറത്താണ്. അയാളാണ് പണ്ട് പറഞ്ഞത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാണെന്ന് എനിക്ക് അഭിപ്രായമല്ല. കാരണം അതൊക്കെ അറബികൾ ഈത്തപ്പഴവും ആട്ടൻ്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയപ്പോൾ ഒന്ന് ക്രമീകരിക്കാൻ ശാസ്ത്രീയമായി പ്രവാചകൻ ഒരു വർഷത്തിലും മാസം അവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതാണ്. ഇയാൾ പ്രസംഗിക്കുന്ന കാലത്ത് കേരളത്തിൽ മഹാദാരിദ്ര്യ, പാവം ഈ മത്തിയും കപ്പയും ജീവിക്കുന്ന ഈ മിസ്കീമാരെ പ്രവാചകനാണ് ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കില്ല എന്ന് പറഞ്ഞു നോമ്പ് വേണ്ടാന്ന് പ്രഖ്യാപിച്ച മഹാനാണ് ഇപ്പറയുന്ന ചേകനൂർ മൗലവി. നിസ്കാരം 5 വഖത്ത് വേണ്ട, 3 മതി അന്ന് പറഞ്ഞു, ഇന്നൊരു വഖത്തും വേണ്ട എന്ന് അനുയായികൾ പറയുന്നത്. അപ്പം ആ മാസികയിൽ ലേഖനം നോക്കുമ്പോൾ ലേഖനം എഴുതിയിരിക്കുന്നത് മുദൂർ അബൂബക്കർ മുസ്ലിയാരാണ്. ആ മുദൂർ അബൂബക്കർ മുസ്ലിയാർ ചേകനൂർ മൗലവിൻ്റെ ആളാണ്. പിന്നെ ഒന്നുകൂടി സൂക്ഷ്മാന്വേഷിക്കുമ്പോൾ ആൾ മറ്റേ ഖാദിയായി അയക്കണമെന്ന് പറഞ്ഞു. ഒക്കെ വഴിമാറിപ്പോവുക. വേണ്ട, ചേകനൂർ മൗലവി ആരായിരുന്നു? നല്ല ബുദ്ധിയുണ്ട്, നല്ല വിവരമുണ്ട് ആൾക്ക്. ചേകനൂർ മൗലവി ഒരു കാലഘട്ടത്തിൽ വാഴക്കാട് വെച്ച് മഹാനായ ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ
അവരുൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിച്ച് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ ഏറ്റവും ആദരണീയനായ പണ്ഡിതനായിരുന്നു ഈ പറയുന്ന ചേകനൂർ മൗലവി. അലവിടെത്തി കുഫറിന്റെ വൃത്തത്തിലേക്ക് എത്തി. ഇന്ന് ഇവർ തന്നെ പരിതപിക്കുന്നുണ്ട്. ഇവരുടെ ഒട്ടനവധി പണ്ഡിതന്മാർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെയുള്ള പാതയിലാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ അനവധി ഹദീസുകൾ അവരുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് സാക്ഷാൽ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് പറയുന്ന അവർ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് പറയുന്ന ഈ പറയുന്ന അബ്ദുസ്സലാം സുല്ലമി പോലും കുഫറിന്റെ മാർഗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയില്ല, അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഹദീസുകൾ ബുദ്ധിക്ക് നിരക്കാത്ത സകല ഹദീസ് നിഷേധിച്ചുകൊണ്ടിരിക്കുക. അപകടകരമായ ദീനിൽ നിന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവണത എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന അപകടകരമായ പ്രവണതയ്ക്ക് അടിസ്ഥാനപരമായി അംഗീകാരം കൊടുത്തുകൊണ്ട് സംഭവിച്ച സംഭവം. അതുകൊണ്ട് തന്നെ ആര് വിചാരിച്ചാലും ശരി യോജിപ്പിക്കാൻ കഴിയും. യോജിപ്പിക്കണം, മുജാഹിദുകളെ യോജിപ്പിക്കാൻ കഴിയും. നേർക്ക് വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഭീകരതയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അടിസ്ഥാനപരമായ ഖുർആൻ ഹദീസ് സ്വന്തം വ്യാഖ്യാനക്ക് നിർത്തിവെക്കാൻ ഒരേ ഒരു ഉപാധി അംഗീകരിച്ചാൽ അത് സ്വഹാബത്ത് കൊടുത്ത സച്ചരിതരായ മുൻഗാമി കൊടുത്ത വ്യാഖ്യാനങ്ങൾ മാത്രമേ അംഗീകരിക്കാവൂ എന്ന് അംഗീകരിച്ചാൽ മുജാഹിദിനെ ഏകീകരിക്കാൻ സാധിക്കും. ഏകീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ശുദ്ധിയാവേണ്ടി വരും. കാരണം ഖുർആനും ഹദീസും സച്ചരിതരായ മുൻഗാമി കൊടുത്ത വിശദീകരണത്തിൽ ഉറച്ചു നിൽക്കാന്നാൽ അത് ലിസ്റ്റാക്കിയാൽ ഒരു ഭാഗത്ത് മുജാഹിദിന്റെ വാദങ്ങൾ ഇങ്ങനെ വരിവരിക്ക് എഴുതുക, ഇപ്പുറത്ത് സുന്നിന്റെ വാദങ്ങൾ ഇങ്ങനെ വരിവരിക്ക് എഴുതുക. എന്നാൽ ഖുർആനും ഹദീസും സ്വന്തം വ്യാഖ്യാനം പറ്റൂല, സ്വഹാബത്ത് കൊടുത്ത വ്യാഖ്യാനം പറ്റൂ എന്നാൽ ഓരോന്നിങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ഇതാ തറാവി 20 റക്അത്ത്, അത് മുജാഹിദ് വാദം 8 റക്അത്ത്, സുന്നി വാദം 20 റക്അത്ത്. സ്വഹാബത്തിന്റെ വിശദീകരണം സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ട സ്വഹീഹ് ഹദീസ് പറയുന്നുണ്ട്, ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് 20 നിസ്കരിച്ചു. അപ്പോൾ സ്വഹാബത്തിന്റെ വിശദീകരണം ശരിയെങ്കിൽ സുന്നി ശരി, മുജാഹിദ് 8. അടുത്ത ജുമാക്ക് 2 ബാങ്ക്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് നടപ്പിക്കുകയാണ് ജുമായുടെ 2ാമത്തെ ബാങ്ക്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. മുജാഹിദിന്റെ 1 ബാങ്ക്. അപ്പോൾ 1 ബാങ്ക് 8, 2 ബാങ്ക് ശരി. ഇപ്പുറത്ത് ഓരോ കാര്യങ്ങളും സുബഹിന്റെ ഖുനൂത്ത്, മുജാഹിദ് വാദം ബിദ്അത്ത്, സുന്നി വാദം സുന്നത്ത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ സഹാബത്തിൽ 2 പക്ഷമുണ്ട്. ഒരു വിഭാഗം സുന്നത്തുണ്ട് എന്നും ഒരു വിഭാഗം സുന്നത്തില്ല എന്നും. ഷാഫി മാലിക് മദ്ഹബ് സുന്നത്തുണ്ട് എന്ന തെളിവുകളെ പ്രബലപ്പെടുത്തി. എന്നാൽ ഹനഫി ഹംബലി മാലിക്കുകൾ സുന്നത്തില്ല എന്ന വാദത്തിന് പ്രാമുഖ്യത കൽപ്പിച്ചു. പക്ഷേ ധൈര്യം അവർക്ക് ആർക്കുമില്ല, ഇത് ബിദ്അത്താണെന്ന് പറയാൻ ധൈര്യമില്ല. കാരണം തെളിവുകളുണ്ട്. പ്രാബല്യത കൊടുക്കണോ കൊടുക്കേണ്ടതെന്ന മാത്രം വിഷയമാണ്. അപ്പോൾ ബിദ്അത്താണ് മുജാഹിദിന്റെ വാദം തെറ്റ്, സുന്നിന്റെ ശരി. ഇങ്ങനെ ഇട്ടുപോയാൽ തവസ്സുല്, ഇസ്തിഗാസ, തബറുക്ക്, ഇന്ന് നിലവിലുള്ള സകലമായ തർക്കങ്ങളും തീരും. ആ പ്രശ്നത്തോട് അവരൊക്കെ സുന്നിയായി മാറേണ്ടി വരും. ആ ജാള്യത കൊണ്ടാണ് അവർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധിക്കാത്തത്. അല്ലെങ്കിൽ അന്തസ്സായി ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തി പറയട്ടെ, ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അപകടകരമായ നിലയിൽ ജിഹാദ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ പ്രവണത മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ നിർത്തണം. അവർ പുറത്താക്കിയാൽ മാത്രം പോരല്ലോ, അത് നിർത്തണം. നിങ്ങൾ ഖുർആനും സുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ കൊടുത്ത വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരണമെന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കേരള മുജാഹിദ് പ്രസ്ഥാനം സാധിക്കുന്നില്ല? കാരണം ആ ഒരു സത്യം അംഗീകരിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ശരി. യഥാർത്ഥത്തിൽ വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ പഠിപ്പിച്ച് ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ച വിശദീകരണവും വ്യാഖ്യാനങ്ങളും ഉള്ളത്. ആ മുസ്ലിങ്ങളുള്ള സമീപനം ഇതല്ല, പിഞ്ചു കുഞ്ഞുങ്ങളുള്ള സമീപനം ഇതല്ല, സ്ത്രീകളോടുള്ള സമീപനം ഇതല്ല, വൃദ്ധന്മാരോടുള്ള സമീപനം ഇതല്ല. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 30 വർഷക്കാലത്തെ മാതൃക ഇസ്ലാമിക ഭരണകൂടം ചരിത്രത്തിന്റെ താളുകളിൽ സുന്ദരമായി ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അന്യമതസ്ഥരെ അവർക്ക് എന്തും വേണമെങ്കിൽ ചെയ്യാമെന്ന് ഇസ്ലാം അനുവദിക്കുമെങ്കിൽ, പക്ഷെ അന്യമതസ്ഥരോട് എത്രമാത്രം സൗഹൃദപൂർണമായ സഹിഷ്ണുതാപൂർണമായ പെരുമാറ്റമാണ് വേണ്ടതെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു ചെറിയ സംഭവം ഞാൻ പറയട്ടെ. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് ഇന്ത്യ സ്വതന്ത്രമാകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായി കിട്ടുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, രാജ്യത്തെ മദ്യശാലകൾ മുഴുവൻ അടച്ചുപൂട്ടാൻ ഞാൻ തീരുമാനിക്കും. 2, ഖലീഫ ഉമറിന്റെ മാതൃകാ ഭരണം നടപ്പാക്കും. എന്നുവെച്ചാൽ നിഷ്പക്ഷമതികൾ പോലും അംഗീകരിക്കുന്ന സത്യസന്ധമായ ഭരണം. അതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കാൻ അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്ന ഈ കിരാതമായ പ്രവർത്തനങ്ങളല്ല ഇസ്ലാം. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തൻ്റെ ഭരണീയരുടെ അവസ്ഥാവിശേഷം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി
അദ്ദേഹം വേഷപ്രച്ഛന്നനായി നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങി നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു, കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മുസ്ലിമല്ല ഒരു വൃദ്ധൻ യാചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ഉമർ ഫാറൂഖ് തങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. നോക്കുമ്പോൾ അന്ധന, കാഴ്ചല്ല. അപ്പോൾ അദ്ദേഹത്തിന് തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, മിൻ അയ്യ അഹിൽ കിതാബ് അന്ത, സഹോദര ഒരു വേദഗ്രന്ഥം കിട്ടിയ ആളാണ് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്, ഏത് വേദഗ്രന്ഥത്തിൻ്റെ ആളാണ്? ഇഞ്ചിലിൻ്റെ ആളാണോ തൗറാത്തിൻ്റെ ആളാണോ ചോദിച്ചു. ആളോ മിൻ യഹൂദി, ഞാൻ ജൂതനാണ്, തൗറാത്തിൻ്റെ ആളാണ്. മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇയാൾക്കല്ലത് ഉമർ ഫാറൂഖ് തങ്ങളാണ്. മാലി അറാഖ മിമ്മ അൽജാക, ഇപ്പം നിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈന്യമായ അവസ്ഥ, യാചനയിലേക്ക് നിന്നെ നിർബന്ധിതമാക്കിയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അൽ ഹാജ വൽ ജിസിയ വസ്സിന്, പണത്തിന് ആവശ്യമുണ്ട്, പോരാത്തതിന് ഇവിടുത്തെ മുസ്ലിം ഭരണകൂടത്തിന് ഞങ്ങൾ നികുതി കൊടുക്കണം. മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട പോലെ ആ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക നികുതിയുണ്ട്. വസ്സിൻ എന്ന വാർദ്ധക്യം വന്നിട്ടുണ്ട്, വേണ്ടതുപോലെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. ശരി, ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് വരാമോ വീട്ടിലേക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആരാണ് നിങ്ങൾ? കുഴപ്പമില്ല, വരൂ. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് വാർസയില ഖാസിന് ബൈത്തുൽ മാൽ, ഇസ്ലാമിക ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിയെ അടിയന്തരമായി വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തിന് നേരെ നോക്കിക്കൊണ്ട് ഉമർ ഫാറൂഖ് തങ്ങൾ പറയുന്നു, ഉന്നുർ ഇലൈഹി വ ഇലാ അംസാലിഹി, നോക്കി പാവപ്പെട്ട മനുഷ്യൻ, ഇദ്ദേഹമല്ല ഇദ്ദേഹത്തെ പോലെ തത്തുല്യരായ ആരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടോ കണ്ടെത്തണം. ഫവല്ലാഹി മാ അൻസഫ്നാഹു, അല്ലാഹുവാണ് സത്യം, ഈ മനുഷ്യനോട് നമ്മൾ നീതി കാണിച്ചിട്ടില്ല, നിഷ്പക്ഷത കാണിച്ചിട്ടില്ല. അക്കൽനാ ഷബീബത്തഹു, അവൻ്റെ യൗവനം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തി. വഖദൽനാഹു ഇൻദൽ ഹറം, വാർദ്ധക്യ സമയത്ത് അവനെ നമ്മൾ യാചിക്കാൻ വേണ്ടി വിട്ടു കൈയൊഴിക്കുകയോ ഒരിക്കലും ശരിയല്ല. അയാൾക്ക് ആയുഷ്കാലം ജീവിക്കാൻ ഇത്തരം ആളുകളെ മുഴുവൻ കണ്ടെത്തിക്കൊണ്ട് മുഴുവൻ ആയുഷ്കാലം ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് വകവെച്ചു കൊടുക്കണം. മിൻഗൈരി അംവാലി സക്കാ, സക്കാത്തിൻ്റെതല്ലാത്ത ഫണ്ടിൽ നിന്ന്. അവിടെ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് സൂക്ഷ്മതയുണ്ട്. ദുർവ്യാഖ്യാനം ചെയ്ത് മുജാഹിദും ജമാഅത്തിൻ്റെയും സക്കാത്തിൻ്റെ ഫണ്ട് മുസ്ലിം ഹിന്ദുക്കൾക്ക് കൊടുക്കും, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കും. അതൊക്കെ കൊടുക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്. അവിടെ ഉമർ ഫാറൂഖ് തങ്ങൾ സൂക്ഷിച്ചു, ഇവർക്കൊക്കെ ഫണ്ട് കൊടുക്കണം മിൻഗൈരി അംവാലി സക്കാ, സക്കാത്തിൻ്റെതല്ലാത്ത ഫണ്ടിൽ നിന്ന്. നോക്ക് നിങ്ങൾ, ഒരു ഇസ്ലാമിക ഭരണകൂടം, ലോകത്തെ ഏറ്റവും വലിയ വൻശക്തി, ലോകം മുഴുവൻ ആദരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിൽ അമുസ്ലിങ്ങളെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം, അവഗണിക്കാം. പക്ഷെ ഒരു അമുസ്ലിം പോലും തൻ്റെ ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടത്തിൽ അവഗണിക്കപ്പെടരുത് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ആളുകളെ മുഴുവൻ കണ്ടെത്തി ആയുഷ്കാലം ജീവിക്കാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്തണമെന്ന് ഓർഡർ ഇട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭരണകൂടം. അതാണ് ഇസ്ലാമിക ഭരണകൂടം. അമുസ്ലിങ്ങളുള്ള സമീപനം അതാ. പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ഏറ്റവും വലിയ ശത്രു ചരിത്രത്തിൽ എക്കാലം ജൂതന്മാരാ. ആ ജൂതന്മാരാണ് ഈ കാണിച്ചത്. മാത്രമല്ല, നിങ്ങൾ കാണാൻ സാധിക്കും, തിർമുദിന്റെ ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ദുബിഹ ലഹു ഷാത്തുൻ, തനിക്ക് വേണ്ടി ഒരു ആട് അറുത്തു, ഭക്ഷണം പാകം ചെയ്യാം. അദ്ദേഹം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് വീട്ടുകാരോട് ആടിനെ അറുത്ത് പാകം ചെയ്തു എന്ന് കണ്ടപ്പോൾ ചോദിച്ചു, അഴത്തയ്ത്തും ജാറൻ യഹൂദി, നമ്മളെ ജൂതനായ അയൽക്കാരൻ എന്തെങ്കിലും കൊടുത്തോ തീന്ന്? വീണ്ടും ചോദിച്ചു, അഴത്തയ്ത്തും ജാറൻ യഹൂദി, നമ്മുടെ ജൂതനായ അയൽക്കാരന് എന്തെങ്കിലും കുറച്ച് മാംസോ കറി എന്തെങ്കിലും കൊടുത്തോ? എന്തേ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു ചോദിക്കാൻ കാരണം? അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാർ, അയൽക്കാരന്റെ കാര്യം എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ യുവരിസഹു, അങ്ങനെ പറഞ്ഞതിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, ഈ അയൽക്കാരൻ എൻ്റെ മക്കളെ പോലെ ഭാര്യയെ പോലെ ഞാൻ മരിച്ചാൽ അനന്തരാവകാശം പോലും കൊടുക്കണമെന്ന് വിധി വരുമെന്ന് ഞാൻ സംശയിച്ചു പോയി. അത്രമാത്രം പ്രാധാന്യമുണ്ട് അയൽക്കാരനെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, നബി തങ്ങൾ അയൽക്കാരൻ പറഞ്ഞത്, ആ അയൽക്കാരൻ മുസ്ലിമായ അയൽക്കാരൻ മാത്രമല്ല ജൂതനും പെടുമെന്ന് തന്റെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ യോഗ്യരായ സ്വഹാബിവരനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ജൂതനായ അയൽക്കാരനോട് അയൽക്കാരന്റെ കാര്യം ഇങ്ങനെ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ രീതി, അതാണ് അമുസ്ലിങ്ങളുള്ള സമീപനം. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലക്ക് ഇടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച് യുദ്ധത്തിന് പോകുന്ന ഘട്ടത്തിൽ യുദ്ധത്തിന് പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ സമീപനം ലാ തർജൂ ലിഖാ അദുവിക്കും, യുദ്ധം നിങ്ങൾ ആഗ്രഹിക്കരുത്, ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ പരമാവധി ഒഴിവാക്കണം. പക്ഷെ അനിവാര്യ ഘട്ടം വന്നാൽ ചെയ്യല, നിർവാഹമല്ലല്ലോ. സർജറി പോലെ നമ്മുടെ കയ്യിലെ ഒരു ഭാഗം മുറിച്ചു മാറ്റി, ക്യാൻസറിന്റെ ഭാഗമുണ്ട്, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഉണ്ടെങ്കിൽ
അവസാനം അത് മുറിച്ചു മാറ്റാണ് സേഫ്, അല്ലെങ്കിൽ അത് മറ്റിടത്തേക്ക് പടർന്നു കണ്ടാൽ അത്യാവശ്യം ഭാഗം നമ്മൾ മുറിച്ചു മാറ്റും, ഡോക്ടർ ശരിവെക്കും. ഇതുപോലെ യുദ്ധം അനിവാര്യ ഘട്ടത്തിൽ സർജറി പോലെ ചെയ്യേണ്ടതാ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന തന്റെ സ്വഹാബി പ്രമുഖന്മാരെ വിളിച്ചു പറയുന്നു, ലാ തഖ്തുലു തിഫ്ലൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. യുദ്ധക്കളത്തിൽ കണ്ടാൽ പോലും വലാ ഇംറാത്തൻ, സ്ത്രീകളെ കൊല ചെയ്യാൻ പാടില്ല. വലാ ശൈഖൻ കബീറ, വൃദ്ധന്മാരെ കൊല്ലാൻ പാടില്ല. തൻ്റെ മഠത്തിലിരുന്നു കൊണ്ട് ധ്യാനനിരതായിരിക്കുന്ന സന്യാസിമാരെയും പുരോഹിതന്മാരെയും കൊല ചെയ്യാൻ പാടില്ല. എത്ര കൃത്യമായ ആശയ! നിങ്ങളോട് പോരാടുന്ന ഈ പോരാളികളെ മാത്രമാണ് വധിക്കേണ്ടത് ആ ഘട്ടത്തിലെന്ന് കൃത്യമായ യുദ്ധക്കളത്തിൽ പോലും ചെയ്യേണ്ട മര്യാദ പഠിപ്പിച്ച അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര മതസ്ഥരോടുള്ള സൗഹൃദവും സ്നേഹവും പൂത്തുലഞ്ഞു നിൽക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനിയുടെ അധ്യാപനങ്ങൾ, ഈ വിശുദ്ധ ദീൻ അതിൻ്റെ മുഖം വികൃതമാക്കാൻ ഈ ഭീകര സംഘടനകൾ വഴി ആധുനിക ക്രൈസ്തവ ജൂത ലോബികൾ ശ്രമിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയിടാൻ വേണ്ടി മാത്രം. അമേരിക്കയിലും യൂറോപ്പിലും ഇസ്ലാം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ നെറ്റ് വഴി ഇസ്ലാം പഠിച്ച് ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിനെ തകർക്കാൻ എന്താണ് വഴി? ഇത് മാത്രമേ വഴിയുള്ളൂ. ഇസ്ലാം യഥാർത്ഥ മതമല്ല, അത് ഭീകരതയുടെ പര്യായമാണെന്ന് പഠിപ്പിക്കാനുള്ള വിഫല ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട്, സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് സ്നേഹപൂർവ്വം ഉണർത്താനുള്ളത്, നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികതയോടെ ബോധ്യപ്പെടുന്നത്, നമുക്ക് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വഹാബി പ്രസ്ഥാനം കേരളത്തിൽ പറയുന്നുണ്ട്, അത് സൂഫി പ്രസ്ഥാനങ്ങളാണ് ഈ ഭീകരത ഉണ്ടാക്കുന്നത്. സൂഫി പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നികളാ സൂഫികളുള്ളത്. സുന്നികൾ വലിയ ഭക്തന്മാരായ സുന്നികളും ഔലിയാക്കളുമാണ് ഭീകരത ഉണ്ടാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർക്ക് 100 കൂട്ടം ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. എത്രമാത്രം സൂക്ഷ്മതയും തഖ്വയും ഭക്തിയും ഇസ്ലാമിക സ്പിരിറ്റും സൂഫിസവും വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് ഇതര മതസ്ഥരോട് സൗഹൃദവും സമാധാനവും സ്നേഹവും സന്തോഷവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ മാത്രമല്ല, കേരളത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ബീരാനൂരപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഇതര മതസ്ഥരോടുള്ള സൗഹൃദത്തിൻ്റെ നിദർശനമാണ് പൊട്ടിച്ചിറ അൻവരി അറബി കോളേജ്. അൻവരിമാരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ഈ അൻവരികളെ വാർത്തെടുക്കുന്ന സ്ഥാപനം ആരാ സ്ഥാപിച്ചത്? ഫാത്തിമ ബീവി. ആരാ ഫാത്തിമ ബീവി? ഒരു അമുസ്ലിം വനിത. എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചത്? ബീരാൻപാപ്പൻ്റെ പ്രത്യേകമായ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ പ്രകൃതവും കണ്ടതിൽ സ്വാധീനിച്ചിട്ട്, ആ സ്നേഹവും ബഹുമാനം കൊണ്ട് നല്ല പെരുമാറ്റം. ആ മഹതിയാണ് പിന്നീട് ഈ പൊട്ടിച്ചിറ അൻവരിയ കോളേജ് സ്ഥാപിക്കുന്നത്. അഭിവന്ദനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇന്നും ഓർക്കുകയാണ്, കഴിഞ്ഞ 10-30 വർഷക്കാലം സംഘടനാപരമായ ബന്ധമുള്ളത് കൊണ്ട് എനിക്കറിയാം, കോഴിക്കോട് സമസ്തയുടെ പ്രസ്, ഇന്ന് സുപ്രഭാതത്തിൻ്റെ പ്രസ്, അന്ന് വരെ ഉണ്ടായിരുന്ന ആ പ്രസ്സിലെ പ്രധാനപ്പെട്ട അതിൻ്റെ മെയിൻ സ്ഥാനത്ത് അവരോധിച്ചത് നായരായിരുന്നു. നമ്മൾ വിചാരിക്കും, പടച്ചോനെ എന്തിനാ നായരില്ലാത്ത എത്ര ആൾക്കാരെ കിട്ടും? ശംസുൽ ഉലമ അദ്ദേഹം റിട്ടയർ ആകുന്നവരെ അദ്ദേഹം തന്നെ ആ മേധാവിത്വം, ആ സ്ഥാനം അവിടെ തുടരണം. കാരണം സൗഹൃദത്തിൻ്റെ, കാരണം ഇതര മതസ്ഥരുമായുള്ള ഈ അകൽച്ചയും അവരുമായുള്ള വിദ്വേഷവും അള്ളാന്റെ ദീനിന്റെ അജണ്ടയിലില്ല. സ്നേഹത്തിലൂടെ സൗഹൃദത്തിലൂടെ അവരെങ്ങോട്ട് കൊണ്ടുവരവേണ്ട. ചരിത്രത്തിൽ നോക്കി നിങ്ങൾ, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഫലസ്തീൻ പ്രദേശം മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. ഫലസ്തീൻ പ്രദേശം കീഴടങ്ങിയപ്പോൾ മഹാനായ പ്രഗത്ഭനായ ഭരണാധികാരി, കേന്ദ്ര ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് തങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് തൻ്റെ സൈനികരോടൊപ്പം ചെന്ന് നാട് ചുറ്റിക്കറങ്ങാൻ തിരിച്ച് പ്രദേശത്തെത്തിയപ്പോൾ ആ നാട്ടുകാർ അദ്ദേഹത്തിന് രാജോചിതമായ വരവേൽപ്പ് നൽകാൻ തീരുമാനിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ രാജകീയമായ വരവേൽപ്പൊന്നും വേണ്ട, ഞാൻ നിരാകരിക്കുന്നു. അദ്ദേഹം ലളിത. അദ്ദേഹം നാടങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നിസ്കാരത്തിൻ്റെ സമയപ്പോൾ നിസ്കരിക്കണം, അവിടെ പള്ളി സൗകര്യമില്ല. അപ്പോൾ ഒരു ചർച്ചിൻ്റെ തൊട്ടപ്പുറത്ത് അതൊരു മുണ്ടിട്ട് നിസ്കരിക്കുക, വക്കത്തിന് നിസ്കരിക്കണം. അപ്പോൾ ആ ചർച്ചിൻ്റെ പുരോഹിതൻ പറഞ്ഞു, എന്തിനാണ് പുറത്ത് നിസ്കരിക്കുന്നത്? ഖലീഫ, നിങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് ഇവിടെ എല്ലാ വൃത്തിയും സൗകര്യവും ഉണ്ട്, ഇവിടെ നിസ്കരിക്കാമല്ലോ. സ്നേഹപൂർവ്വം ക്ഷണിച്ചു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഹിജ്റ 17 ഈ സംഭവം, വേണ്ട, ഞാനതിൻ്റെ അകത്ത് നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല നിസ്കരിക്കാത്തത്, പക്ഷെ ഞാനിപ്പോൾ അവിടെ നിസ്കരിക്കാൻ, ഞാൻ പുറത്ത് നിസ്കരിക്കാം. ഞാൻ നിങ്ങളുടെ ചർച്ചിൻ്റെ അകത്തളത്തിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരു പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അനുയായികൾ വാദിക്കും, ഞങ്ങളുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ് ആ സ്ഥലം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചർച്ചിന് നേരെ ആക്രമണം നടത്തുമോ എന്ന
ആശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് സ്വതന്ത്രമായവർക്ക് ആരാധിക്കാനുള്ള അംഗീകാരവും അനുമതിയും കൊടുത്ത പ്രഗത്ഭനായ ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇസ്ലാമിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതര മതസ്ഥരുമായുള്ള ഇസ്ലാമിൻ്റെ സൗഹൃദപൂർണ്ണമായ സമീപനങ്ങൾ എങ്ങനെയെന്ന് വിശദമായി പഠിക്കാൻ പ്രത്യേകിച്ച് മുതഅല്ലിം സുഹൃത്തുക്കൾ സമയം കണ്ടെത്തണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുന്നതോടൊപ്പം ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. തീവ്രത പാടില്ല, ഭീകരത പാടില്ല, ശരി. അതേസമയം മറ്റൊരു ഭാഗത്ത് നന്നായി തീവ്രത വേണം. ഭീകരമായ എന്ന് പറഞ്ഞാൽ ഭീകരത എന്ന വാക്ക് പറയില്ല, അങ്ങേയറ്റത്തെ തീവ്രമായ സമീപനം വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേതാണ് തീവ്രത? ആദർശ രംഗത്ത് നമ്മൾ തീവ്രത വേണ്ട എല്ലാത്തിലും അയഞ്ഞ നിലപാട് പറ്റൂല. നമ്മൾ ഉറച്ച മുസ്ലിമീങ്ങളാകണം, നമ്മൾ ഉറച്ച സുന്നികളാണ്. ആദർശത്തിൽ നല്ല സ്ഥിരത വേണം, വിട്ടുവീഴ്ചയില്ല. ആദർശ വിഷയത്തിൽ ഒരു വിഭാഗത്തിൽ ഒരു കോംപ്രമൈസ് നമ്മൾ പോകാൻ തയ്യാറില്ല. അള്ളാഹുവാണ് ഹക്ക്, ഒരു വിട്ടുവീഴ്ചയില്ല. അള്ളാഹുവിൻ്റെ റസൂലാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. അള്ളാഹുവിൻ്റെ ദീൻ്റെ നിയമങ്ങളാണ് സത്യം, ഒരു വിട്ടുവീഴ്ചയില്ല. സുന്നത്ത് ജമാഅത്താണ് 100% ശരി. അതൊന്നും ഒരു വിട്ടുവീഴ്ചയും ഒരു മേഖലയും ഒരാളും വരുത്താൻ പാടില്ല. ആദർശ തീവ്രത നമുക്ക് ആവശ്യമാണ്. ഇതര മതസ്ഥരോടുള്ള സമീപനത്തിലാണ് ഈ സൗഹൃദം വേണ്ടത്. ഉറച്ച ആദർശ ബോധമുള്ള ആളുകൾക്ക് ഇതര മതസ്ഥരോട് നല്ല സമീപനം സ്വീകരിക്കാൻ സാധിക്കും. ആദർശത്തിൽ എത്രമാത്രം തീവ്രതയാകാമോ അത്രയും നല്ലതാ. അത് സൂഫിസത്തിലെ തീവ്രതയാണ് അപകടപ്പെടുത്തുന്ന തെറ്റിദ്ധാരണ നമുക്ക് പാടില്ല. സൂഫിസം അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഭക്തി അല്ലെങ്കിൽ ദീനുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശ തീവ്രത നമുക്കൊക്കെ ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് സയ്യിദുന അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ തങ്ങളെ പിന്തിരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു, മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധയാ, ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി മാ തറക്തു ഹാദൽ അംർ ഹത്താ യുദ്ഹിറഹുല്ലാഹ് ഔ ഉഹ്ലക ദൂര. അല്ലാഹു സാക്ഷി, എൻ്റെ വലത് കൈയിൽ എൻ്റെ പ്രതിയോഗികൾ കൊണ്ടുവന്ന് സൂര്യനെ വെച്ച് തന്നാലും ഇടത് കൈയിൽ ചന്ദ്രഗോളത്തെ വെച്ച് തന്നാലും ഈ ആദർശ പ്രസ്ഥാനത്തെ കൈയൊഴിക്കാൻ ഞാൻ തയ്യാറേ ഇല്ല. ഒന്നുകിൽ അള്ളാഹു ഇത് വിജയിപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും. ആ ഉറച്ച സമീപനം. ആദർശ തീവ്രതയെ ആരും എതിർക്കുന്നത് മാത്രമല്ല, ആദർശ തീവ്രത വേണം. നമുക്ക് നമ്പർ 1 സുന്നത്ത് ജമാഅത്തിന്റെ പോരാളികളാകണം. സമസ്തയുടെ തീവ്രമായ പ്രവർത്തകരായിരിക്കണം. ഇതര മതസ്ഥരോടുള്ള സമീപനത്തിൽ, ഇതര സഹോദരങ്ങളുടെ സമീപനത്തിലാണ് സൗഹൃദവും സഹിഷ്ണുതയും വേണ്ടത് എന്ന ഒരു പാഠം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.